നാടാകെ ഓണത്തിൻ്റെ സമൃദ്ധിയിലേക്കും അതിൻ്റെ ആഘോഷത്തിലേക്കും കടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഓണം സമൃദ്ധവും സന്തോഷകരവുമായ ഒരു ദിനമാക്കി മാറ്റാൻ മക്കളും കൊച്ചുമക്കളും അച്ഛനും അമ്മയും എല്ലാവരുമായി ഒരു തിരുവോണ സദ്യ ഉണ്ണാൻ വഴിയോരത്ത് തത്രപ്പാട് പെടുകയാണ് അവർ, വഴിയോര കച്ചവടക്കാർ. വലിയ സമ്പന്നർ നടത്തുന്ന കച്ചവട വിപണികളിൽ കയറി ഇറങ്ങി നമ്മുടെ പണം ചെലവിടുമ്പോൾ വർഷത്തിൽ തിരുവോണ നാളെങ്കിലും സമൃദ്ധമായി ഒന്നുണ്ണാൻ, ഒരു നേരമെങ്കിലും വയറ് നിറച്ചുണ്ണാൻ തെരുവോരങ്ങളിൽ തൊണ്ടകാറി കേണു വിളിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് മുഖം തിരിച്ചു പോകാതെ അവരെയും നിങ്ങൾ സഹായിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഓണദിനത്തിൻ്റെ അർത്ഥം നാം ഏറ്റെടുക്കുന്നുള്ളൂ. അതായത് വാമനൻ ചവിട്ടിത്താഴ്ത്തിയ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ 3 അടി മണ്ണ്. അഹന്ത, ഞാനെന്ന ഭാവം, അഹങ്കാരം ആദ്യത്തൊരടി മണ്ണും, രണ്ടാമത് അധികാരം ഉപയോഗിച്ചുള്ള അവൻ്റെ അഹങ്കാരം, 3-മത്തെ അടി മണ്ണ് അവൻ്റെ സമ്പത്തിന്മേലുള്ള അവൻ്റെ അഹങ്കാരം. ഈ 3 അധർമ്മങ്ങളെ ഇല്ലാതാക്കി ചവിട്ടിത്താഴ്ത്തി ഈ അഹങ്കാരങ്ങളെല്ലാം വെടിഞ്ഞ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കണം എന്ന സങ്കല്പം ഈശ്വരൻ അഥവാ പ്രകൃതി നമുക്ക് തിരുവോണം എന്ന സങ്കല്പം നൽകി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് അർത്ഥവത്താക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.